തർക്കപ്രദേശമാണ് ശാന്തസമുദ്രത്തിൻ്റെ ഭാഗമായ ദക്ഷിണ ചൈനാക്കടൽ. ചൈനയും ഫിലിപ്പീൻസും മാത്രമല്ല, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണെ, തായ്വാൻ എന്നീ രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ചൈനയ്ക്ക് ദക്ഷിണ ചൈനാക്കടലിൽ ചരിത്രപരമായി ഒരു അവകാശവും അധികാരവുമില്ലെന്ന് നേരത്തെ അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ വിധിച്ചിരുന്നു. എന്നാൽ ഈ വിധി ചൈന തള്ളിയിരുന്നു. തിരക്കേറിയ കപ്പൽ ഗതാഗതത്തിന് പേരുകേട്ടതാണ് ദക്ഷിണ ചൈനാക്കടൽ. അടിത്തട്ടിൽ വൻ പെട്രോളിയം ശേഖരവുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫിലിപ്പീൻസ് ബോട്ടിനെ പിന്തുടരുന്നതിനിടെ ചൈനീസ് കപ്പൽ സ്വന്തം തീരരക്ഷാ സേനയുടെ കപ്പലുമായി കൂട്ടിയിടിച്ചിരുന്നു. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ഫിലിപ്പീൻസ് തീരസംരക്ഷണ സേനയുടെ ഉദ്യോഗസ്ഥർ സ്കാർബറോ ഷോളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം വിതരണം ചെയ്യുന്നതിനിടെയാണ് സംഭവം. അപകടത്തിൽ ചൈനീസ് യുദ്ധക്കപ്പലിന് സാരമായ നാശമുണ്ടായി. അതിനിടെ ദക്ഷിണ ചൈനാക്കടലിലെ ആഴക്കടലിൽ ബുധനാഴ്ച US 2 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS ഹിഗിൻസും ലിറ്ററൽ യുദ്ധക്കപ്പലായ USS സിൻസിനാറ്റിയും സ്കാർബറോ ഷോളിൽ നിന്ന് ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുമ്പോൾ ഒരു ചൈനീസ് നാവിക കപ്പലിൻ്റെ നിരീക്ഷണത്തിൽ വന്നു. എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഫിലിപ്പീൻ തീരസംരക്ഷണ സേന അറിയിച്ചു. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലും തർക്ക പ്രദേശങ്ങളിലും പ്രവേശിക്കുമ്പോൾ അറിയിപ്പുകൾ നൽകണമെന്ന ആവശ്യത്തെയും വെല്ലുവിളിച്ച് വർഷങ്ങളായി US നാവികസേന ദക്ഷിണ ചൈന കടലിൽ യാത്ര ചെയ്യുന്നു. ഇത് ചൈനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ജലാശയങ്ങളിലും വ്യോമാതിർത്തിയിലും ഇത്തരം പെട്രോളിങ്ങുകളിൽ US യുദ്ധക്കപ്പലുമായും വിമാനങ്ങളുമായും അവരുടെ സൈന്യം ഏറ്റുമുട്ടലുകളുടെ വക്കിലെത്തിയിട്ടുമുണ്ട്. സ്കാർബറോയിൽ ഫിലിപ്പൈൻ കപ്പലിനെതിരെ ചൈന നടത്തിയത് അശ്രദ്ധമായ നടപടിയെന്നാണ് ചൊവ്വാഴ്ച മനിലയിലെ വാഷിംഗ്ടൺ അംബാസിഡർ മേരി കെ കാൾസൺ അപലപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ യുദ്ധക്കപ്പൽ വിന്യാസം നടന്നത്. ഏഷ്യയിലെ US-ൻ്റെ ഏറ്റവും പഴയ സഖ്യകക്ഷിയാണ് ഫിലിപ്പീൻസ്. ദക്ഷിണ ചൈന കടലിൽ ഉൾപ്പെടെ ഫിലിപ്പീൻ സൈന്യം സായുധ ആക്രമണത്തിനിരയായാൽ ഫിലിപ്പീൻസിനെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥരാണെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഫിലിപ്പീൻസിലെ സമ്പന്നമായ മത്സ്യബന്ധന ദ്വീപിൽ സമീപ വർഷങ്ങളിൽ ചൈനയും ഫിലിപ്പീൻ തീരസംരക്ഷണ സേനയും മത്സ്യബന്ധന കപ്പലുകളും മറ്റ് കപ്പലുകളും തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിലെ തർക്ക ജലാശയങ്ങളിലെയും ഏഷ്യയിലെ മറ്റ് സുരക്ഷാ കേന്ദ്രങ്ങളിലെയും സംഘർഷങ്ങൾക്കെതിരായി പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഫിലിപ്പീൻസിലേക്ക് കൂടുതൽ മിസൈൽ ലോഞ്ചറുകൾ വിന്യസിക്കുന്നതിനെക്കുറിച്ച് US ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വാഷിംഗ്ടണിലെ മനിലയുടെ അംബാസിഡർ വ്യാഴാഴ്ച അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ ഇരുപക്ഷവും അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്ന് അംബാസിഡർ ജോസ് മാനുവൽ റോമോ വാൽഡസ് പറഞ്ഞു. മേഖലയിലെ സംഭവവികാസങ്ങളെ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്.